ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹെയർ പാക്കുമായിട്ടാണ് വന്നേക്കുന്നത്. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഹെയർ പാക്കിൻ്റെ റെമഡീസ് ആണെന്ന്. അപ്പോൾ ആദ്യം ചെമ്പരത്തിപ്പൂവിൽ തന്നെ തുടങ്ങാം. നിറച്ച് വീട്ടിൽ പിടിച്ച് നിൽപ്പുള്ളത് കൊണ്ട് തന്നെ ചെമ്പരത്തിപ്പൂവാണ് എടുത്തത്. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാം കേട്ടോ. അടുത്തതായിട്ട് 2 തണ്ട് ആര്യവേപ്പിൻ്റെ ഇല, ചെറിയ തണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ചെറിയ 2 തണ്ട് ആര്യവേപ്പിൻ്റെ ഇലയും ഞാനിവിടെ ഒരു 10 ചെമ്പരത്തിപ്പൂവിനോടടുത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആര്യവേപ്പ് നന്നായിട്ട് കഴുകി, ഈ ഇലയുടെ പുറകിലൊക്കെ പൂപ്പലൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. കാരണം അരച്ച് നമ്മൾ തേക്കുമ്പോൾ നമുക്കതിൻ്റെ ഇൻഫെക്ഷനൊന്നും ആകരുത്. അതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. ചെമ്പരത്തിപ്പൂവ് ഇതളെല്ലാം മാറ്റി ഇതുപോലെ വെള്ളത്തിൽ കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്താണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങ. ഒരു കൈപ്പിടി അളവിൽ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഞങ്ങളിവിടെ 3 പേര് തല തേക്കുന്നതുകൊണ്ടാണ് ഒരു കൈപ്പിടി അളവ്. അപ്പം ഓരോരുത്തരുടെയും തലമുടിയുടെ ലെങ്ത് അനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് കറ്റാർവാഴയാണ്. അപ്പോൾ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ കറ്റാർവാഴ പറിക്കുന്നതുകൊണ്ട് അതിൻ്റെ അവസാനത്തെ ഭാഗം ആ ചെടിയിൽ തന്നെ ഇരുന്നു. അതെടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചു. പിന്നെ അവസാനം ഞാനത് തന്നെ പറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് പൈപ്പിൻ്റെ വെള്ളത്തിൽ കഴുകി. കാരണം ഈ കറ്റാർവാഴയുടെ താഴെ ഒരു മഞ്ഞ പൾപ്പ് പോലെ ഉണ്ടാവുമല്ലോ, അത് വെച്ച് നമ്മൾ അരിഞ്ഞു കഴിഞ്ഞാൽ അത് തലയ്ക്ക് ദോഷമാണ്. അതുകൊണ്ട് നന്നായിട്ട് കഴുകി വെച്ചും ഒരു 10-15 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം അത് നന്നായിട്ട് തൊലി കളഞ്ഞ് അതിൻ്റെ പൾപ്പ് മാത്രം എടുത്ത് വെള്ളത്തിലിട്ട് ഒന്നുകൂടെ കഴുകി എടുക്കുന്നുണ്ട്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് മുട്ടയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ഫുള്ളായിട്ട് എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ള മാത്രം എടുക്കാം. ഞാനിവിടെ മുട്ടയുടെ വെള്ള മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം ഈ പാക്ക് ഇട്ട് കഴിയുമ്പോൾ ഞാൻ ഷാമ്പു ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. മുട്ടയുടെ മഞ്ഞയും കൂടി നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഷാമ്പു ഇട്ട് വാഷ് ചെയ്യണം, അല്ലെങ്കിൽ മുടിയിൽ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ മുട്ടയുടെ വെള്ള മാത്രമേ എടുക്കുന്നുള്ളൂ. വേറെ വെള്ള ഒന്നും ചേർക്കുന്നില്ല. കാരണം കറ്റാർവാഴയും മുട്ടയുടെ വെള്ളയും ഉള്ളത് കൊണ്ട് തന്നെ ഈ പാക്ക് നമുക്ക് നന്നായിട്ട് അരിഞ്ഞ് കിട്ടും. അതുകൊണ്ട് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. അപ്പോൾ മാക്സിമം മുട്ടയുടെ വെള്ള അതിനകത്തോട്ട് വീഴുന്നുണ്ട്, മഞ്ഞ വീഴാതെ ശ്രദ്ധിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതെല്ലാം മാറ്റി കണ്ട, മുട്ടയുടെ മഞ്ഞ മുട്ടയ്ക്കകത്തും ഉണ്ട്, വെള്ള നമ്മുടെ മിക്സിയുടെ ഇതിനകത്തുമായി. എന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇത് അരച്ചെടുക്കണം. ഞാൻ അരിക്കുന്നില്ല, അരച്ചതുപോലെയാണ് തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാം. കാരണം പെട്ടെന്ന് തലയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഒലമ്പി കഴുകിയാൽ മതി, നന്നായിട്ട് തലയിൽ നിന്ന് പൊക്കോളും. അതുകൊണ്ടാണ് ഞാനിവിടെ അരിക്കാത്തത്. അതല്ല, അരിച്ചെടുക്കണമെന്നുള്ളവർക്ക് അരിച്ചെടുക്കാം. കുഞ്ഞിൻ്റെ മുടി ഞാനൊന്ന് വെട്ടിയായിരുന്നേ, അതിൻ്റെ വീഡിയോസ് എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നേരത്തെ കണ്ടിട്ടുണ്ടാവല്ലോ, നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, അതുകൊണ്ട് ഒന്ന് വെട്ടി ചെയ്ത് കൊടുത്തു. കാരണം നമുക്ക് വളർത്തിയെടുക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോൾ ഈ തേങ്ങ ഈ പാക്കിൽ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് എണ്ണ ഞാനിവിടെ തലയിൽ തൊട്ട് പുരട്ടുന്നുള്ളൂ. ഒരു 10-15 മിനിറ്റ് നേരത്തോളം തലയിൽ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. നേരെയും മുടി കമഴ്ത്തിയിട്ടും ഒക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഫ്രീ ആക്കി വിട്ടിട്ട് പാക്ക് ഞാൻ തലയിലോട്ട് അപ്ലൈ ചെയ്യുന്നുള്ളൂ. നിങ്ങളും അത് ചേർക്കണം. നന്നായിട്ട് ചീക്കി ജട കളഞ്ഞ മുടിയാണ്, അത് അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ വീണ്ടും പാക്കൊക്കെ ഇടുമ്പോഴത്തേക്കും മുടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ജട മാറ്റിയിട്ട് തലയിൽ എണ്ണ തേച്ച് പിടിപ്പിക്കാവുള്ളൂ. അതിന് ശേഷമേ പാക്ക് ഇടാവുള്ളൂ. ഇപ്പോൾ തേക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ തേങ്ങയുടെ ആണെങ്കിലും ഈ ഇലയുടെ ആണെങ്കിലും ചെറിയ ചെറിയ പൊടികൾ തലയിലിരിക്കുന്നതായിട്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തല വെള്ളത്തിൽ ഒലമ്പി കഴിഞ്ഞാൽ തലയോട്ടിലുള്ള ഈ പൊടികളെല്ലാം അങ്ങ് മാറിക്കോളും. തലമുടിയിലുള്ളത് നമ്മൾ ഉണങ്ങി കഴിയുമ്പോൾ ചീപ്പ് വെച്ച് തട്ടിക്കളയുമ്പോൾ അതും അങ്ങ് മാറിക്കോളും. ഇനി ഷാമ്പു ഇടണം അല്ലെങ്കിൽ ഷാമ്പു ഇട്ടാൽ കൊള്ളാമെന്നുള്ളവർക്ക് ഷാമ്പു യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല കേട്ടോ. ഇവിടെ ഞാൻ ഷാമ്പു യൂസ് ചെയ്യുന്നില്ല. അത് തേച്ച് കഴിഞ്ഞ് മുടി കഴുകി ഉണക്കിയെടുത്ത് വൈകുന്നേരമായിട്ടുള്ള പിക്ചറാണ് ഇത് കുഞ്ഞിൻ്റെത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഹെയർ കെയർ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും അടുത്തുള്ള വീഡിയോയിൽ കാണാം. ടാറ്റാ.